മങ്ങിലത്ത് പോകുമ്പോ മിഞ്ഞാന്നൊരാൾ കാണുന്നത് തുണിയെല്ലാം ഉദ്ദാക്കിയിട്ട് ഉളുക്കത്ത് കീസര കൈയിട്ട് തൊട്ടെടുത്തോണ്ട് എന്തിന്റെ തൊട്ടെടുത്തിട്ട് ഓരോന്നേ എടുത്തോണ്ട് വന്നോണ്ട് എന്ത് മൈസൂർ പോക്കി പാക്ക് എടുത്ത വന്നിട്ട് തൊട്ടയിലിട്ട് ചൗത്തുക്ക് സീരിനി എടുത്ത കൊണ്ട മംഗളത്തിന്റെ ഹാൾന്നോ മൈസൂർ ബാഗ് ഔത്തേ കൊണ്ടുവന്ന് തൊട്ടെ കൂടെ മടിയിൽ തൊട്ട കെട്ടിയ വേണ്ടേ മംഗലത്ത് വരുമ്പോ സുബ്ഹാന ജല്ല ജലാൽ. മുഅ്മിനീങ്ങളെ അത് നല്ല സ്വഭാവമല്ല. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഇഖ്റാ. ഒന്നെടുക്കേണ്ടിടത്ത് ഒന്നേ എടുക്കാവൂ. റമളാൻ മാസത്തിലുണ്ട് സമൂസ കക്കുന്ന കള്ളന്മാർ അല്ലേ? ഒരു സമൂസ എടുത്തിട്ട് ഡെസ്കിനടിയിൽ ഒരു സമൂസ എടുത്തിട്ട് ബാസിരങ്ങ ഒരു സമൂസ മടിയിൽ കെട്ടു. എനിക്കറിയാം ഒരു വലിയൊരു ആചാറ് ഒരു നാൾ പള്ളിയിൽ നോക്കുമ്പോ കണ്ടിരെ ഭർത്ത് വേണ്ട കൈയിലൊട്ട് ഒരു സമൂസ ഉണ്ട്. കാത്തു തെച്ച് ഈ കൈ ആരത് നോക്കാൻ നോമ്പല്ല തുറന്നിട്ട് മക്കളല്ല പോകുമ്പോ ഒരു ബാസിര ഒരു ആചാറ് വന്നിട്ട് ഈ സമൂസ എടുത്തിട്ട് മടിയിൽ കെട്ടിക്കൊണ്ട് പോകുന്ന കാണും. ഇന്നാലില്ല. റമളാൻ മാസത്തിൽ സമൂസ പള്ളിയിൽ നിന്ന് സലാത്തിന്റെ സീർണി കക്കുന്ന കള്ളന്മാർ ഒന്നിപ്പുറത്തെ കയ്യിലൊന്നപ്പോ കിട്ടിയിട്ടില്ല പെറോ കയ്യിൽ വേറൊന്നുണ്ട്. കിടാവിന്റെ കയ്യിൽ ജണ്ട് കെട്ട് കൊടുത്തു കടത്തിറ. പിന്നെ കിട്ടിയിട്ടില്ല. കെട്ടുണ്ടാ പാടുള്ളതല്ല, തെറ്റാണ്, കുറ്റമാണ്. ഉമ്മ ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് വേഗം പോയിട്ട് വെച്ചിരവിടെ പായസ ചുടുകാട് അത് ഇത് സ്വീറ്റ് എല്ലാം തിന്നിട്ട് ഒരര കണ്ട കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ബിരിയാണിയോ അത് ഇതൊക്കെ. അതല്ല നല്ല സ്വഭാവമല്ല. ചില പാലക്കാരുണ്ട് പ്ലേറ്റിൽ നിന്ന് മസാല ചിക്കൻ കബാബ് എല്ലാം തിന്നിട്ട് അപ്പറ ഇപ്പറ നോക്കിയാറ് എല്ലാം അപ്പുറത്തെ പ്ലേറ്റ് എടുത്തിട്ട് പോണ്ട പേട് ഡിമ്മ പോയിട്ട് CC ക്യാമറയിലുണ്ട്. ജാഗ്രത നോക്കിയോളൂ. CC ക്യാമറയിൽ പിടിച്ചിട്ട് അല്ലേ? അല്ലാഹുവേ നല്ലതല്ലാത്തതൊന്നും തെറ്റുകളാകുന്നതൊന്നും അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹറാമായതേതും ചെയ്തു പോകരുത്. പള്ളിയിൽ നിന്ന് ചെരുപ്പ് കക്കുന്ന കള്ളന്മാരുണ്ട്. മക്കത്ത് ബഹ്റമിൽ പോയിട്ട് ചെരുപ്പ് കക്കുന്ന കള്ളന്മാരുണ്ട്. ഉംറത്ത് പോയിട്ട് പുറത്ത് പറയുമ്പോ ജണ്ടാൽ തേടിയോളാറ് ജണ്ടാൽ കേട്ടി എന്തിനു തേടിയോളേ നല്ല കമ്പന്റെ ചെരുപ്പ് കിട്ടിയല്ലോ ഉസ്താദ്. എവിടെ? ഹറമിൽ തവാഫിന് പോയ മനുഷ്യന്മാരെ ചെരുപ്പ് കക്കുന്ന കള്ളന്മാർ 60,000-70,000 രൂപ ചെലവഴിച്ചിട്ട് ഹറമിലേക്ക് പോയിട്ടവിടെ പോയിട്ട് കക്കുന്ന കള്ളന്മാർ സൂക്ഷിക്കണേ. കഅബയുടെ മുറ്റത്ത് പോയി സെൽഫി എടുക്കുന്നവർ, കഅബയിലേക്ക് തിരിഞ്ഞെടുത്ത് സെൽഫി എടുക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ മക്ബറയിലേക്ക് തിരിഞ്ഞ് പിന്തുവാര വിട്ട് സെൽഫി എടുക്കുന്നവർ. എന്തിനാ ചെറുപ്പക്കാരെ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഹജ്ജ് ചെയ്തിട്ട് ഈ സെൽഫിയോടുകൂടെ ഈ തിന്മയോടുകൂടെ നമ്മുടെ അമലുകൾ ബാത്തിലാക്കാനാണോ? അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണേ മുഅ്മിനീങ്ങളെ. നിസ്കാരം കളാക്കിയിട്ട് സകലവും ഹറാമാണ്. നിസ്കാരം കളാക്കിയിട്ട് എക്സസൈസിന് വേണ്ടി ക്രിക്കറ്റ് കളിച്ചാലോ അത് ഹറാമാണ്. ബെറ്റിംഗ് ഇല്ലെങ്കിലും ഹറാമാണ്. ഫുട്ബോൾ ആണെങ്കിലും ഹറാമാണ്. അത് ചെസ് കളിക്കലാണെങ്കിലോ നിസ്കാരം കളാക്കിയിട്ടുള്ള കളികൾ എല്ലാം ഹറാമാണ്. അത് എക്സസൈസിന് വേണ്ടിയോ ആരോഗ്യത്തിന് വേണ്ടിയോ ബെറ്റിംഗ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലോ എല്ലാം സൂക്ഷിക്കണേ. അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്ലുകാരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വേണേ കളികളുടെ പിന്നാലെ. വമാ ഖലഖ്നസ് സമാവാതി വൽ അർള് വമാ ഖലഖ്നസ് സമാ വൽ അർള്. ആകാശവും ഭൂമിയും നമ്മൾ പടച്ചിട്ടില്ല, കളിക്കാൻ വേണ്ടി പടച്ചതല്ല. വമാ ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിലുള്ള നിങ്ങൾ ആരെയും കളിക്കാനല്ല പടച്ചത്. കളിക്കാൻ എന്ത് ഇൻട്രസ്റ്റ് ആണ്? ക്രിക്കറ്റിൽ എന്ത് താല്പര്യമാണ്? ഫുട്ബോളിൽ എന്ത് താല്പര്യമാണ്? ഇന്ത്യയുടെ കളി കാണാൻ എന്തൊരു ആവേശമാണ്. ആ കളി ക്രിക്കറ്റുകാരുടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന ദിവസം വയത് നടത്തിയ വയതില്ല, ഉറൂസിന് ആളില്ല, ഒന്നിനും കല്യാണത്തിന് ആളില്ല. 24 മണിക്കൂർ ഇതിന്റെ മുമ്പിലിരുന്നിട്ട് കളി കാണുന്ന ചെറുപ്പക്കാര് ഈ സമയം അല്ലാഹുവോട് ഉത്തരം പറയേണ്ടതാണ്. അല്ലാഹുവേ നീ തന്ന ജീവിതം നന്മക്ക് വേണ്ടി ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്.
ഉമ്മമാരെ, സ്കൂൾ ഡേകൾ എന്ന പേരിൽ നടക്കുന്ന അനാചാരങ്ങൾ, ഡാൻസുകൾ, പാട്ടുകൾ, അനാവശ്യങ്ങളിൽ നമ്മുടെ മക്കൾ ഏർപ്പെടുമ്പോ ഇതൊക്കെ പൊരുത്തപ്പെടാൻ കഴിയുമോ? പച്ചയായ ഹറാമുകൾ. യുവതികൾ തുള്ളിച്ചാടുകയാണ്, ഡാൻസ് കളിക്കുകയാണ്, ഒപ്പന കളിക്കുകയാണ്, ഇത് കണ്ട് ആസ്വദിക്കുകയാണ്. എന്റെ മോൾക്ക് ഫസ്റ്റ്, എന്റെ മകള് സെക്കൻഡ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരില്ലേ? അല്ലാഹു പൊരുത്തപ്പെടാത്ത ആഘോഷമാണിത്. മക്കളുടെ സന്തോഷത്തിന് വേണ്ടി സ്കൂൾ ഡേകളിൽ നടക്കുന്ന തിന്മകൾക്ക് പർദ്ദയിട്ട് പോകുന്ന പെങ്ങള്, ഹാജിയാര്, കമ്മിറ്റി മെമ്പർമാര്, നാട്ടുനേതാക്കന്മാര്, അല്ലാഹുവിനോട് ഉത്തരം പറയേണ്ട. ഈ തിന്മകൾക്ക് കൂട്ടുനിന്നവരാരോ, അതിനുവേണ്ടി ഡൊണേഷൻ കൊടുത്തവരാരോ, അതിന് സഹായിച്ചവരാരോ? അല്ല ഉസ്താദേ, മക്കൾക്കല്ലേ? മക്കൾക്കോ അത് മറ്റാർക്കെങ്കിലോ? ആർക്ക് വേണ്ടിയാണെങ്കിലും പച്ചയായ ഹറാമ്, ഈ ഡാൻസുകൾക്ക്, ഈ ഹറാമുകൾക്ക്, ഈ തെറ്റുകൾക്ക്, ഈ കുറ്റങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു പോയാൽ നാളെ റബ്ബിന്റെ മഹ്ശറയിലെത്തുമ്പോ അല്ലാഹുവിനോട് ഉത്തരം പറയേണ്ടവരാണ്. ഇതുപോലെയുള്ള ഹറാമുകൾ, കല്യാണ വീടുകളിൽ നടക്കുന്ന പാട്ടുകൾ, അവിടെ നടക്കുന്ന മ്യൂസിക്കുകള്, അവിടെ നടക്കുന്ന തുള്ളിച്ചാടലുകൾ, വിട്ടുനിൽക്കണേ ചെറുപ്പക്കാരെ, ഉമ്മമാരെ. മൈലാഞ്ചിയുടെ പേര് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുമ്പോ, പാട്ട് പാടുമ്പോ, നിസ്കാരം കളാക്കുമ്പോ, കല്യാണത്തിന്റെ ദിവസം പോലെ നിസ്കാരം കളാക്കുമ്പോ, ഭക്ഷണം വലിച്ചെറിയുമ്പോ, കല്യാണ ദിവസങ്ങളിൽ ഹറാമുകൾ പാടുമ്പോ, ആണും പെണ്ണും ഒന്നിച്ചു കലരുമ്പോ, കല്യാണ രാത്രിയിൽ താളമെന്ന പേരിൽ പെണ്ണിന്റെ വീട്ടിൽ പോയി 10-20 ചെറുപ്പക്കാര് പോയി ആക്രമിക്കുന്ന അക്രമമില്ലേ? അല്ലാഹു പൊരുത്തപ്പെടുമോ? മിൻ ഹമീമിൻ വലാ ശഫീഉ. ആക്രമിക്കുന്ന ആർക്കും അല്ലാഹുവിന്റെ സഹായമില്ല, അല്ലാഹു രക്ഷപ്പെടുത്തുകയില്ല. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നല്ല മനസ്സ്, നല്ല സ്വഭാവം നൽകണേ അല്ലാ. ഒരു സ്വലാത്തല്ലേ? സ്വലാത്തുല്ലാഹ്. അല്ലാഹു ബർക്കത്താകട്ടെ. പോയാൾക്കും ബർക്കത്താകട്ടെ, ഇരുന്ന ആൾക്ക് അതിനെക്കാളും കൂടുതൽ ബർക്കത്താകട്ടെ. അങ്ങനെ ഒന്ന് ഇരുന്നെന്തിന്? ചിലപ്പോൾ അർജന്റ് ഉള്ള ആൾക്ക് എഴുതിട്ട് പോകാൻ. ഞാൻ അതിനു വേണ്ടിയാണ് ഇരിക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം. സർബത്തെല്ലാം കൊടുക്കട്ടെ. ഇനിയിപ്പോ കൊടുക്കുന്ന 1 മണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തും. പിന്നെ മധ്യം പോകുമ്പോ കുടിക്കാം സർബത്ത്. എന്ത് വേണം? ഇപ്പൊ വേണം? പിന്നെ വേണ്ട. അത് ആർക്ക് വേണ്ട? സർബത്ത് കുടിക്കല്ലേ? അല്ലേ? എങ്ങനെ കാത് കൊടുത്ത പോലെ കുടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അസൗകര്യം പോലെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അല്ലാഹു അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് കവർ വരുന്നുണ്ട്. നാളെ തങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകം ദുആക്ക് ഉണ്ടാകും. നിങ്ങളെ മുറാദെല്ലാം എഴുതിയിട്ട് നല്ല സംഭാവന, നല്ല സംഭാവന. ചില ആളെ കവർ തിരിച്ചു കൊടുക്കുമ്പോ എന്തുണ്ടാകുന്നില്ല, കാലി ഡോങ്കിയാക്കലൊക്കെ ഉണ്ട്. പിന്നെ 10 രൂപ നോട്ട് അട്ടി വെച്ചിട്ട് കുറെ കവർ നിഗം ടേബിൾ ഇട്ട് കൊടുക്കുന്നു. ഇത്ര അട്ടി ഈ പോലീസുമാരെല്ലാം കൈക്കൂലി കൊടുക്കുന്ന ആളെല്ലാം അങ്ങനെ കവറിലിട്ട് കാർഡ്സ് ഇട്ട് 100 രൂപ ഇരിക്കുന്ന 10 രൂപന്റെ 10 നോട്ട് ഈനെ വെച്ചിട്ട് കൊടുത്തിട്ട് സീത പാസ്സാക്കുന്ന പയ്യനാച്ചോടക്കാരലുണ്ടോ? ഇല്ലല്ലേ? കൈക്കൂലി കൊടുക്കുന്ന ആളെ പോലീസാ? പോലീസ് നല്ല നല്ല മാന്യന്മാരായ പോലീസുകാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആരും മോശക്കാരല്ല. അല്ലാഹു നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് ചെയ്യണേ റഹ്മാനെ. അപ്പൊ എന്ത് ചെയ്യാ? നല്ല സംഖ്യ നിങ്ങൾ കൊടുക്കുന്നത് അല്ലാഹു അറിയുന്നു. നിങ്ങളുടെ നിയ്യത്ത് അല്ലാഹു അറിയുന്നു. നല്ല സദഖ, നല്ല സദഖ എല്ലാവരും കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഉപ്പയും മോനും നടന്നുകൊണ്ട് പോകുമ്പോ ഉപ്പ പറഞ്ഞാലോ, പഠിച്ചോനെ ഈ പാറക്കല്ലെല്ലാം പൊന്നായിട്ട് ബംഗാറായിട്ട് ഇന്ന് പള്ളികല്ല കൊടുക്കാൻ മോണ് കേട്ടല്ല. അപ്പൊ എല്ലാ ബംഗാർ പള്ളി കൊടുത്ത ഞങ്ങൾക്കെന്ത് വേണ്ടേ? ഇതായിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇപ്പൊ കല്ലേ ഉള്ളേ. അല്ല, അതായിട്ട് കിട്ടട്ട് പിന്നെ നോക്കാം. അബ്ബന്റെ ഡയലോഗ്
ഒരു പീസ് കൊടുക്കല്ല പള്ളിക്ക് അർത്ഥമില്ലേ? അങ്ങനെ ആ രൂപത്തിൽ ധാരാളം കൊടുക്കുക, പെണ്ണുങ്ങളൊക്കെ കൊടുക്കുക. എടുത്തു വെച്ച് ഇപ്പൊ പുതിയ 2000 നോട്ടല്ല വേണമെന്ന് ന്യൂസെല്ലാം വന്നോണ്ടു എല്ലാം കൊടുത്ത് തീർക്കി. അള്ളാഹു ബർക്കത്താകട്ടെ. എന്തില്ല ചെല്ലുമ്പോ പെണ്ണുങ്ങളിൽ 50,000-25,000 ഇരിക്കുന്നു മാമൂല് ഒളിപ്പാട്ടി വെച്ചതല്ല. ഒരു ഉമ്മ എപ്പോഴും ചെന്നല്ല നല്ല കപ്പൻ തൊടവ് തീര അത് പുറത്തില്ല. കപ്പൻ തുണി നല്ല ചെന്ന കപ്പൻ തുണി തൊടവ് തീര അത് കളകിയിട്ടാണ് അത്രല്ല ഊതല ഇട്ട് വെച്ചത്. അത് തൊടവ് പുറത്തില്ല. നമ്മളെ മൂപ്പർ നോട്ട് നിഷേധാക്കില്ലേ? 1,00,000 ചില്ലറ ഉണ്ട് ഈ കപ്പൻ തുണിയിൽ 1000 രൂപന്റെ നോട്ട് ഉരുട്ടി ഉണ്ടാക്കിട്ട് വെച്ചത്. അതിനെ ആയ്മ ചെല്ലത് ഒസിയത്തുണ്ട്. അതിന് തൊടവ് തീരാൻ ലക്ഷക്കട്ടല കാസ് ആണിങ്ങളിത് കട്ടതും പുള്ളിയൊക്കെ കൊടുത്തതെല്ലാം മുദ്ദാക്കിട്ട് വെച്ചിനെ കപ്പൻ തുണിയിൽ എന്തൊക്കെ വെച്ചെന്ന് പഠിച്ചോനെ അറിയും. നോട്ട് നിഷേധാക്കിയപ്പോ എല്ലാം പുറത്ത് വന്നു. മുസല്ലന്റെ ഉള്ളിൽ സലാത്ത് കിതാബിന്റെ ഉള്ളിൽ വെച്ചത് അവിടെ വെച്ച് കൊടുക്കി. മുമ്പിനിങ്ങൾ ഉമ്മമാരാണ്, പെണ്ണുങ്ങളാണ് പണ്ട് മുതലേ സദക്കയിൽ മുന്നിൽ ധാരാളം സദക്ക കൊടുക്കുക. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഉമ്മമാരെ അനാചാരങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷങ്ങൾ ഹാജിമാരുടെ വീട്ടില്, ഉസ്താദന്മാരുടെ വീട്ടില്, തങ്ങന്മാരുടെ വീട്ടില്, നേതാക്കളുടെ വീട്ടില് എല്ലാം ബർത്ത്ഡേ ആണ്. പഴയ കാലത്തൊക്കെ ദിക്ർ ചൊല്ലിക്കലുണ്ട്, ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കലുണ്ട്, യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കലുണ്ട്. അതെല്ലാം തെറ്റല്ല. ബർത്ത്ഡേയുടെ പേരിൽ ഹറാമുകൾ ചെയ്യുമ്പോ, കേക്ക് മുറിക്കുമ്പോ പേരെഴുതിയിട്ട് കേക്ക് മുറിച്ചിട്ട് പിഞ്ചു പൈതങ്ങളെ സാക്ഷികളാക്കിയിട്ട് അല്ലാഹു നിനക്ക് തന്ന പൊന്നു മക്കളെ പടച്ചുറപ്പ് പിടിച്ചു കൊണ്ടുപോയാ നീ ആരോട് ചോദിക്കാനാണ്? ബർത്ത്ഡേയുടെ പേരിൽ കേക്ക് കട്ട് ചെയ്തിട്ട് പാശ്ചാത്യ സംസ്കാരം കൊണ്ട് നടക്കുന്ന ഉമ്മമാരെ അല്ലാഹു പൊരുത്തപ്പെടുമോ? കോളേജ് ക്യാമ്പസുകളിൽ ബർത്ത്ഡേയുടെ പേരിൽ അക്രമങ്ങൾ നടക്കുമ്പോ, ബർത്ത്ഡേയുടെ ദിവസങ്ങളിൽ അനാചാരങ്ങൾ നടക്കുമ്പോ, ബർത്ത്ഡേയുടെ പേരുകളിൽ ചുറ്റിക്കറങ്ങാൻ വേണ്ടി കോളേജുകളിൽ നിന്ന്, സ്കൂളുകളിൽ നിന്ന് മക്കൾ ഇറങ്ങി പോകുമ്പോ നമ്മുടെ മക്കളൊക്കെ വഴിതെറ്റി പോകുന്നുവോ? പെൺമക്കളൊക്കെ വഴിതെറ്റി പോവുകയാണോ? കോളേജ് ക്യാമ്പസുകളിൽ പോകുന്ന പൊന്നുമക്കള് ബർത്ത്ഡേ പാർട്ടി നടത്താൻ വേണ്ടിയിട്ട് എവിടെ പോകുന്നു? ഏത് മാളിൽ പോകുന്നു? ഏത് ബീച്ചിൽ പോകുന്നു? നമ്മൾ അറിയുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ അവരെ ശ്രദ്ധിക്കാറില്ല. ഞാൻ കൂർണടുക്കയിൽ ഖത്തീബായപ്പോ ഒരു സഹോദരിയുടെ മൊബൈല് ഒരു വാപ്പ ഞാൻ പറഞ്ഞത് മൂലം പിടിച്ചു വെച്ചപ്പോ ആ സഹോദരി രാത്രി 2 മണി നേരത്ത് ഡയലോഗ് മെസ്സേജ് അയച്ചെടുക്കുകയാ. എന്ത്? ഉസ്താദിനെ കത്തിയെടുത്ത് കൊത്തിയിട്ട് കൊല്ലണോ? എന്തിനാ? ഒരു സഹോദരിയുടെ ഒരു മകളുടെ കയ്യിൽ നിന്ന് വാപ്പ മൊബൈൽ ഫോൺ വാങ്ങാൻ ഞാൻ കാരണക്കാരനായതിന്റെ പേരില് എന്നെ കൊല്ലണമെന്ന് കല്യാണം കഴിയാത്ത പെൺകുട്ടി പറയണമെങ്കിൽ ഈ പെണ്ണിന്റെ മൊബൈലിലുള്ള കളി എന്താണ്? അവരുടെ അനാചാരങ്ങൾ എന്താണ്? നമ്മുടെ പെൺമക്കൾ ഓടിപ്പോയാൽ പിന്നെ പറയൂ അവർ പൊടിയിട്ടതാണ്, ഇവർ ഐസ്ക്രീമിൽ കലക്കിയതാണ്, അങ്ങ് ജ്യൂസിൽ കലക്കിയിട്ട് കൊടുത്തിര്, അങ്ങ് മാട്ടാക്കിയിട്ട് വിളിച്ച പോയിര്. എന്തിനങ്ങളെ ജ്യൂസ് കുടിക്കണോ? എന്തിനവർ ഐസ്ക്രീം തിന്നണോ? എന്തിനാണ് അവരുടെ കൂടെ പോകുന്നത്? ഉമ്മമാരെ, ഉപ്പമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കാതെ പോയാ ഇന്ന് ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, കറുപ്പ് പ്രശ്നമല്ല, വെളുപ്പ് പ്രശ്നമല്ല, പെണ്ണിനൊരാണ്, ആണ് ഒരു പെണ്ണ്, ഇത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് സ്കൂൾ ഡേകളാകുന്ന അനാചാരങ്ങൾ, ബർത്ത്ഡേകളാകുന്ന അനാചാരങ്ങൾ, ചില ഇടങ്ങളിൽ ഉറൂസ് പോലും. ഇന്നലെ ഞാനൊരു നോട്ടീസ് കാണാനിട വന്നു. ഉറൂസ് എന്ന പേരിൽ മഹാന്മാരെ സാക്ഷി നിർത്തിയിട്ട് ഡാൻസാണ്, പാട്ടാണ്, കളിയാണ്, അനാചാരങ്ങളാണ്. അങ്ങനെയൊന്നിലേക്കും നമ്മളാരും സപ്പോർട്ട് ചെയ്യരുത്. അല്ലാഹു പൊരുത്തപ്പെടൂല. ഉറൂസുകൾ നല്ലതാണ്, അത് നല്ല ദീനിയായ രൂപത്തിൽ വയലും നല്ല സദസ്സുകളും സദക്കകളോ അതുപോലെയാണെങ്കിൽ ഖൈറാണ്, ആയത്താണ്, സുന്നത്താണ്. അല്ലാതെയോ ഡാൻസുകളും പാട്ടുകളും താളങ്ങളും മേളങ്ങളും മറ്റുള്ള അനാചാരങ്ങളുമായിട്ട് റിയാലിറ്റി ഷോകൾ പാട്ടുകളോടുകൂടെയുള്ള ഉറൂസ് എന്ന പേരിൽ നടത്തിയാൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടവരാണ്. സ്കൂൾ ഡേകളോ ബർത്ത്ഡേകളോ ഇതുപോലെയുള്ള അനാചാരങ്ങൾ താളത്തിന് പോയി അക്രമം ചെയ്യുകയാ.
അക്രമം അല്ലാഹു പൊരുത്തപ്പെടുന്നില്ല. ഒരാളെയും ആക്രമിക്കരുത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരാളെയും ആക്രമിക്കരുത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ദീനാർ തങ്ങൾ പറയാ, ആ മനുഷ്യൻ പറയുന്നു, ഒരാളെ കണ്ടു, ഒരു മനുഷ്യനെ കണ്ടു, കൈ മുറിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുന്നു, അലാ മൻ റആനി, എന്നെ കാണുന്ന എല്ലാരോടും ഞാനൊരു വസിയത്ത് ചെയ്യുകയാ, നിങ്ങൾ ആരെയും ആക്രമിക്കരുത്, ആരെയും ആക്രമിക്കരുത്, ആരെയും നിങ്ങൾ ആക്രമിക്കരുത്. പുതിയ പെണ്ണിനെ ആക്രമിക്കുക, പുതിയ ആപ്പിളെ ആക്രമിക്കുക, മങ്ങിലത്തെ കാസുലാക്കുക, ഐസ്ക്രീം 25,000 രൂപ, ചായ കുടിക്കുക 10,000 രൂപ, ഒടുക്കത്തിന്റെ ചായ 10,000ന്റെ ചായ കുടിക്കുക 10,000 രൂപ. പുതിയ ആപ്പിളെ ആക്രമിക്കുക. പുതിയ പെണ്ണ് എത്തിയ പാടെ പറയാ, 1 കിലോ എട്ടി ഉണ്ട്, ഇതിനെ ക്ലീൻ ആക്കിയിട്ട് പുതിയ പെണ്ണ്. ഇങ്ങനെ ആക്രമിക്കുക. മുട്ടന്റെ ഓട് കാച്ചിട്ട് കൊടുക്കുക, സർബത്തിൽ ഉപ്പിട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ടിട്ട് കൊടുക്കുക. അക്രമം ചെയ്യുന്ന ആളുകൾ അയൽവാസികൾക്ക് ആക്രമിക്കുക. അയൽവാസിയുടെ നമ്മുടെ സ്ഥലത്തിന് അപ്പുറമായിട്ട് സ്ഥലം കട്ടെടുക്കുക, കൃഷി കട്ടെടുക്കുക, തെങ്ങ് കബ്സയില്ലേ, ഇതൊക്കെ കട്ടെടുത്തിട്ട് ഇങ്ങനെ അക്രമം ചെയ്യുന്ന ആളുകൾ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത വിഭാഗമാണ് ഈ അക്രമം ചെയ്യൽ. ഉമർ ഇബ്നു ദീനാർ പറയുകയാ, അദ്ദേഹം പറയുന്നു, അലാ മൻ റആനി, എന്നെ കാണുന്ന എല്ലാരോടും മരിക്കുന്നത് വരെ ഞാൻ ഈ പണിയില്ല. എന്നെ കാണുന്ന എല്ലാരും മനസ്സിലാക്കണം, ഒരാളെയും നിങ്ങൾ ആക്രമിക്കരുത്, ഒരാളെയും ആക്രമിക്കരുത്, ഒരാളെയും ആക്രമിക്കരുത്. അദ്ദേഹം ചോദിച്ചു, എന്താണ്? അദ്ദേഹം പറയുന്നു, ഞാനൊരു പോലീസുകാരനാണ്. ഒരു ദിവസം ഞാൻ കടപ്പുറത്തിലൂടെ നിൽക്കുമ്പോ ഒരാളൊരു മീനുമായി പോവുകയാ. ഒരു മീനുമായി പോകുമ്പോ നല്ല മീനാണ്, നല്ല ഫിഷാ. ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ആ മീന് നീ വിൽക്കുമോ? നീ അത് വിൽക്കാൻ തയ്യാറുണ്ടോ? അയാള് പറഞ്ഞു, ഇല്ല, ഇതെന്റെ കുടുംബത്തിനുള്ള മീനാണ്, ഇതെന്റെ കുടുംബത്തിനുള്ള മീനാ, ഞാൻ തരൂല, ഞാൻ പണം തരാവോ? ഇല്ല, മീൻ ഞാൻ തരൂല. ഈ പോലീസായ ഞാൻ ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് മീൻ പറിച്ചെടുത്തു, വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണമുണ്ടാക്കാൻ പറഞ്ഞു. ഭക്ഷണമുണ്ടാക്കി ആ മീനിന്റെ കൈവിരലിൽ തറച്ച്, അതിന്റെ മുള്ള് തറച്ച് എന്റെ കൈവിരൽ പഴുത്തുപോയി. വൈദ്യനെ സമീപിച്ചു. വൈദ്യൻ പറഞ്ഞു, ഒരു വിരൽ മുറിക്കണമെന്ന്. അങ്ങനെ ഒരു വിരൽ മുറിച്ചു. വേദന മാറിയില്ല, വേദന മാറിയില്ല. പിന്നെ എന്റെ മുൻകൈ മുറിച്ചു, കഴിഞ്ഞില്ല. പിന്നെ എന്റെ മുട്ടൻ കൈ മുറിച്ചു, എന്റെ കൈ മുട്ടിന് താഴെ മുറിച്ചു. ഇല്ല, വേദന മാറുന്നില്ല, വേദന കുറയുന്നില്ല, വേദന വിട്ടുമാറുന്നില്ല. എന്നിട്ട് പിന്നെയും പറഞ്ഞു, എന്റെ കൈ മുഴുവനും നഷ്ടപ്പെട്ടു പോയി, എന്റെ ഒരു കൈ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എന്റെ അയൽവാസിയായ ഒരു സഹോദരൻ പറയുന്നു, ഇതിന് നീ ചികിത്സിക്കേണ്ടതില്ല, ഇതെങ്ങനെ വന്നു? ഞാൻ സ്റ്റോറി പറഞ്ഞു. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് മീന് അക്രമമായി ഞാൻ പിടിച്ചെടുത്തു. അതുമായി ബന്ധപ്പെട്ട് ഭക്ഷണം കഴിക്കും എന്റെ കയ്യിൽ കൊണ്ട മീന ആ മൂലം വന്ന വേദനയാണ്. എന്നോട് അയൽവാസി പറഞ്ഞു, ആ മീൻ ആരുടേതാണ്? അവനോട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവനും കലങ്ങിയാലോ, നിന്റെ ശരീരം മുഴുവനും രോഗം വന്നാലും അതിന് പരിഹാരമില്ല. അങ്ങനെ ഞാൻ നടന്ന് ആ മനുഷ്യനെ കണ്ടെത്തുകയാണ്. എന്നിട്ട് അവന്റെ കാൽക്കൽ വീണിട്ട് അവനോട് മാപ്പ് ചോദിക്കുകയാ. അല്ല സഹോദരാ, അല്ല സഹോദരാ, അല്ല സഹോദരാ, എനിക്ക് നീ മാപ്പ് നൽകാമോ? അയാള് ചോദിച്ചു, എന്തിനാണ്? ഓർമ്മയുണ്ടോ, ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ നിന്ന് മീന് പറ്റിക്കൊണ്ടുപോയവൻ, മീന് വലിച്ചു കൊണ്ടുപോയവൻ ഞാനാണ്, ആ പോലീസുകാരൻ ഞാനാണ്, ആ പോലീസുകാരൻ ഞാനാണ്. ആ മീൻ തറച്ചിട്ട് എന്റെ ഒരു കൈ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ഇനിയും എനിക്ക് വേദനയുണ്ട്, എനിക്ക് മാപ്പ് നൽകാമോ?
വല്ലാത്ത ചോദ്യമാണ്, വല്ലാത്ത ചോദ്യമാണ്. എനിക്ക് മാപ്പ് നൽകാമോ? അദ്ദേഹം പറഞ്ഞു, സാരമില്ല, മാപ്പ് നൽകാലോ. ആ മാപ്പ് നൽകാമെന്ന് പറഞ്ഞ സമയം മുതൽ പിന്നെ എന്റെ കൈകൾക്ക് വേദനയില്ല, പിന്നെ വേദന വിട്ടുമാറി. ഇതുകൊണ്ട് ഞാൻ എല്ലാവരോടും മരിക്കുവോളം ഞാൻ പറയുകയാ, ഞാൻ എന്റെ വസിയത്താണ്, ആരെയും ആക്രമിക്കരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും കരയിക്കരുത്, ആരെയും കളിയാക്കി ചിരിക്കരുത്, ആരെയും മനസ്സ് വേദനിപ്പിക്കരുത്. പ്രത്യേകിച്ച് ഉസ്താദന്മാർ, പ്രത്യേകിച്ച് തങ്ങന്മാർ, പ്രത്യേകിച്ച് വയസ്സുള്ളവർ, പ്രത്യേകിച്ച് ഉമ്മമാർ, ഉപ്പമാർ, വയസ്സിന് മൂത്തവർ, ഇവരാരും വേദനക്ക് കാരണക്കാരായ അല്ലാഹു നിന്നെ വേദനിപ്പിക്കാതിരിക്കൂല, അല്ലാഹു നിന്നെ ശിക്ഷിക്കാതിരിക്കൂല. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു ചെറുപ്പക്കാരനെ അടിക്കുകയാണ്. തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ അടിക്കുകയാ. ആ അടി കഴിഞ്ഞ ശേഷം ഉമറുൽ ഫാറൂഖ് തങ്ങൾക്ക് ഓർമ്മ വന്നു. എന്താ ഓർമ്മ വന്നത്? ഞാൻ ഖലീഫ ഉമറായിട്ട് ഇവരും അല്ലാഹുവിന്റെ അടിമയല്ലേ, ഞാനും അല്ലാഹുവിന്റെ അടിമയല്ലേ, ഈ അടിച്ചതിനോട് അല്ലാഹു ചോദ്യം ചെയ്താൽ അല്ലാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയാനാ? അല്ലാഹുവിനോട് ഞാൻ എന്ത് മറുപടി പറയാനാ? അതുകൊണ്ട് ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്യുന്നു, ചെറുപ്പക്കാരാ, ഞാൻ നിന്നെ അടിച്ച പോലെ നീ എന്നെ അടിക്കുമോ? എന്നെ അടിക്കുമോ? നീ എന്നെ അടിക്കുമോ? ഞാൻ അടിക്കാൻ തയ്യാറല്ല, ഞാൻ അടിക്കാൻ തയ്യാറല്ല. ആ ഖലീഫയാണ്, ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ട് നിങ്ങൾ എന്നെ അടിച്ചതാണ്, ഞാൻ പൊരുത്തപ്പെടാം, അടിക്കാൻ ഞാൻ തയ്യാറല്ല. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, അല്ല സഹോദര, എന്നെ അടിച്ചാലേ സമാധാനമുള്ളൂ, എന്നെ അടിച്ചാലേ സന്തോഷമുള്ളൂ, അതുകൊണ്ട് അടിക്കാൻ തരും, അടിക്കുമോ? ചെറുപ്പക്കാരൻ സമ്മതിച്ചില്ല, പക്ഷേ പൊരുത്തപ്പെടാന്ന് പറഞ്ഞു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് യബ്നൽ ഖത്താബ്, ഓ ഖത്താബിന്റെ മോനെ, ഖത്താബിന്റെ മോനെ, കുന്ത ലഈഫാ ഫഅസ്സകല്ലാഹ്, നീ ആർക്കും വേണ്ടാത്തവനായിരുന്നില്ലേ ഉമറേ, അല്ലാഹു നിനക്ക് ഇസ്സത്ത് നൽകിയില്ലേ? വജഅലക ഖലീഫ, അല്ലാഹു നിന്നെ ഖലീഫയാക്കിയില്ലേ? ഉമർ തങ്ങൾ സ്വന്തം ചോദ്യം ചെയ്യുകയാ, ഉമറേ, അല്ലാഹു നിന്നെ ഖലീഫയാക്കിയില്ലേ, നീ എന്തിനാണ് അവനെ അടിച്ചത്? നാളെ പടച്ചോന്റെ മഹ്ശറയിൽ വെച്ചിട്ട് അല്ലാഹു ചോദ്യം ചെയ്താൽ എന്ത് മറുപടി പറയും ഉമറേ എന്ന് ചോദിച്ച് ചാട്ടവാറ് കൊണ്ട് വടികൊണ്ട് സ്വന്തം ശരീരത്തെ അടിച്ചുകൊണ്ട് കരയുകയാ. ആരാ കരയുന്നത്? ഉമറും ഫിൽ ജന്ന, എന്റെ ഉമർ സ്വർഗത്തിലാന്ന് റസൂലുള്ള പറഞ്ഞ മഹാനാ, രാത്രി മുഴുവനും ഇരുന്ന് കരയുകയാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചു നടക്കരുത് പുരുഷന്മാർ മുഅ്മിനീങ്ങളെ, മുഖത്ത് ഒരൽപ്പം താടി രോമം വേണം, ഒരൽപ്പം താടി വളർത്തുന്നവരാകണം. അത് സിനിമാ നടന്മാരെ പിൻപറ്റിയിട്ടല്ല, ആദരവായ താടിയില്ലാത്തവന്റെ മുഖത്തേക്ക് റസൂലുള്ള നോക്കുകയില്ല. താടി വളർത്താത്തവർക്ക് ഹൗദുൽ കൗസറില്ല. ഖബറിലെത്തിയാൽ റസൂലുള്ള പിടിച്ച് കൈപിടിച്ച് ഇരുത്തുന്ന കൂട്ടരുണ്ട്. അവരാരാ? അവർ ദുനിയാവിൽ താടി വളർത്തിയവരാ. ഉമ്മ,
നിങ്ങളെ താടി പന്തറ് നിങ്ങൾക്ക് വയസ്സ് പോലെ കണ്ട് പറഞ്ഞിട്ട് കറുത്ത പൈൻ്റടിക്കാൻ പറയല്ല. സ്വർഗത്തിൽ പോകുന്നത് എന്തുണ്ട് വിലക്ക. അതുകൊണ്ട് 40 കഴിഞ്ഞവർ മരണത്തിൽ ഒരുങ്ങുന്നില്ലേ? പറയാ 40 കഴിഞ്ഞിട്ടും താടി വെക്കാൻ മനസ്സില്ലേ? 40 കഴിഞ്ഞിട്ടും കൃത്യമായി നിസ്കാരത്തിന് മനസ്സില്ലേ? 40 കഴിഞ്ഞിട്ടും അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലേ? അവന്റെ ആഖിറത്ത് മോശമാകാ അതിടയുണ്ട് എന്ന് മഹാന്മാർ എടുത്തു പറയുകയാ. താടി വളർത്തണം മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ്. മീശ ചുണ്ടിൻ മുകളിൽ കട്ട് ചെയ്യണേ. ചെറുപ്പക്കാരെ, ക്രോപ്പ് ചെയ്തിട്ട് മുടി കട്ട് ചെയ്യല്ല. നഹാ അനിൽ ഖസ്, ക്രോപ്പ് ചെയ്യുന്നത് റസൂലുള്ളാഹി വിരോധിച്ചതാണ്. ലഅന റസൂലുള്ളാഹി ശാപം വെച്ചിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. ആരെയാ? ക്രോപ്പ് മുടി കട്ട് ചെയ്യുന്നവർ. അവിടെയും ഇവിടെയും ഫാഷനായിട്ട് മുടി കട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നിന്റെ തലയോട്ടിയുടെ ഉള്ളിൽ അല്ലാഹു ബ്രെയിൻ നൽകിയിട്ടുണ്ട്, തലച്ചോറ് നൽകിയിട്ടുണ്ട്. അതിന് കേട് വന്നു പോയാ, നിന്റെ കിഡ്നികൾക്ക് കേട് വന്നു പോയാ, ഉമ്മമാരെ ടൈറ്റ് വിറ്റ് പർദ്ദയിട്ട് കുലുക്കി കുലുക്കി നടക്കല്ല. ഉമ്മമാരെ ടൈറ്റ് വിറ്റ് വസ്ത്രമണിയല്ല, ഹിജാബ് മോഡലിന് വേണ്ടിയല്ല, തലമറക്കുന്നത് മോഡലിനല്ല. സൗന്ദര്യം പ്രദർശിപ്പിച്ച് നടന്ന ഉമ്മ, സ്കൂൾ ഡേകളിൽ പോയി മുൻസഫിലിരുന്ന ഉമ്മ, കറാവളി ഉത്സവയിൽ പോയി തൊട്ടിലിൽ കറങ്ങിയ ഉമ്മ, രാത്രിയാമങ്ങളിൽ ടിക്ടോക്കിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും സമയം കളഞ്ഞ ചെറുപ്പക്കാരാ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹിസാബ് വരാനുണ്ട്. കൊറോണ വൈറസിനെ പേടിച്ചില്ലേ? NRCയെ പേടിച്ചില്ലേ? അല്ലാഹുവിന്റെ ഭയമില്ലേ ചെറുപ്പക്കാരാ? ക്രിക്കറ്റ് ഹറാമുകളിൽ നിന്ന്, ബെറ്റിങ്ങുകളിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്ന്, കല്യാണ വീടുകളിലെ അനാചാരങ്ങളിൽ നിന്ന്, വീടുകളിൽ നടക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എല്ലാം വിട്ടുനിന്നുകൊണ്ട് ഇത്തഖിൽ മഹാരം തകുന്ന അബദന്നാസ്, അല്ലാഹു പൊരുത്തപ്പെട്ടവനാവണോ? എല്ലാ തെറ്റുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നല്ലവനായി ജീവിക്കണേ. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും സർബത്തൊക്കെ കുടിച്ചോളി, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പൊ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് തിന്നാ. ഫ്രൂട്ട്സ് ഒക്കെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് അരമണിക്കൂർ മുമ്പ്. വെള്ളം കുടിക്കൽ ഭക്ഷണം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുക. 2 പേരിലും ഉണ്ടോ 3 പേരിലും ഉണ്ടോ ഭക്ഷണം കഴിക്കുക. ചോറ് ഒരു 3 പേരിലുണ്ടൊക്കെ ചോറ് കഴിക്കുക, ഒക്കെ നല്ലതാണ്. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്തിൽ സുപ്രയിലിരുന്ന് കുടുംബങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ഒന്നിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഉമ്മയും ഉപ്പയൊക്കെ ഒന്നിച്ചിരുന്ന് വാട്സപ്പൊക്കെ സൈഡ് വെച്ചിട്ട് ടിക്ടോക്ക് ഒക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. വീട്ടിൽ ഒന്നിച്ചിരുന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ദിക്ർ ചൊല്ലിയിട്ട് ദുആ നടത്തുക. പൊന്നുമക്കൾക്കൊക്കെ നല്ല സംസ്കാരം പഠിപ്പിക്കുക. എപ്പോഴും തലമറക്കുന്നവരാവുക. സ്ത്രീകൾ വീട്ടിൽ തലമറക്കാതിരുന്നാൽ റഹ്മത്തിന്റെ മലക്ക് വീട്ടിലേക്ക് വരികയില്ല എന്നാണ്. അല്ലാഹു തആല നല്ലത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഉമ്മമാര് കൃത്യമായി നിസ്കരിക്കണം. ഫർള് നോമ്പ് ബാക്കിയുള്ളവർ സുന്നത്തും ഫർളും ഒക്കെ നോറ്റ് വിട്ടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൽസ്വഭാവികളായി ജീവിക്കണം. നമ്മൾ ആർക്കും ഒരു ഇടങ്ങേറാവരുത്. നാട്ടിൽ പൊതു മുടക്കുന്ന, കല്യാണം മുടക്കുന്ന ചില ആളുണ്ട്. പൊതു ആര് വന്നെങ്കിലും പൊതു തപ്പാട്ട ചില ബേസന്മാർ വേറെ പണിയൊന്നുമില്ല. ആർക്ക് പൊതു വന്നെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ടേണ്ട് കാണും. നിങ്ങൾ വേറെ നോക്കിയാൽ നല്ല മാണ്ട് കാണും. ഇങ്ങനെ എല്ലാരെയും പൊതു മുടക്കുന്ന ആളുകൾ ഒരുവിധം അക്രമമാണ്, ശിക്ഷ
സൂക്ഷിക്കണം. ചെറുപ്പക്കാരൊക്കെ അതല്ല, നമ്മുടെ മക്കളെ എഡ്യൂക്കേഷന് വേണ്ടി, പാവപ്പെട്ട യതീമക്കളുടെ സേവനത്തിന് വേണ്ടി, നന്മക്ക് വേണ്ടിയൊക്കെ ആജപ്പാക്ക് എല്ലാവരും ഇപ്പൊ ഒരു ജാതി പ്രശസ്തി ഇതൊക്കെ കൊടുക്കണമെന്നല്ല, 1, 2 കൊടുക്കണം, നല്ലതൊക്കെ തന്നെയാ. നമ്മളും എന്ത് വേണോ, ആജപ്പ അല്ലെങ്കിൽ ഒരു ആജപ്പാൻ ഒരു ഫാദിയെങ്കിലും ചെറിയ അല്ലെ മുസുമ്പി വിറ്റിട്ടല്ലെങ്കിലും ഉള്ളതെന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പാവപ്പെട്ടവരൊക്കെ സഹായിക്കുക. യതീം മക്കൾക്ക് സ്കൂളിന്റെ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കുക. മരിച്ച വീട്ടിൽ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നല്ലത് ചെയ്യാനും നല്ലവരായി ജീവിക്കാനും ഈമാനോട് മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വരി, ഒന്നെല്ലാവരും മുമ്പിലേക്ക് വരും. സ്വലാത്ത് ചൊല്ലിയിട്ട് എതിർക്ക് വരും. നമുക്ക് ദുആ എല്ലാം കഴിഞ്ഞിട്ട് മുസാഫഹത്തെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും മുന്നിലോട്ട് വരിക. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. വരുന്നില്ലേ? എണിക്കാൻ കഴിയാത്ത ആൾ വരണ്ട, അല്ലാത്ത ആളെല്ലാം വരും. എല്ലാം കഴിയുന്നതേ ഉള്ളൂ. സംഭാവന ചോദിക്കാൻ ഇപ്പൊ വന്നാൽ മതി. ഫസ്റ്റ് സംഭാവന നോക്കിയാ വരുമ്പന്നെ സംഭാവന കൊണ്ട് നല്ല മനുഷ്യന്മാർ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വാങ്ങാൻ സംഭാവന അർജന്റ് ആക്കണ്ട. ഇൻഷാ അല്ലാഹ് ഒരു 11 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. എന്തെങ്കിലും സംഭാവന ചോദിക്കണം. കളക്ഷൻ ഒന്നും ഇല്ല മതി, വേറൊന്നും വേണ്ട, ഉള്ളത് മതി, പിരിവൊന്നും ചോദിക്കണം.